സാറേ, അമേരിക്കയിലെ പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി വലിയ ആൾക്കൂട്ടമൊക്കെ കൂടിയൊരു സ്ഥലത്തേക്ക് ഒരു ട്രക്ക് ഇടിച്ചു കയറ്റി ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു തീവ്ര നിലപാടുള്ള അല്ലെങ്കിൽ ഒരു IS കാരൻ എന്നൊക്കെ പറയാവുന്ന ഒരാൾ കുറേ പേരെ കൊലപ്പെടുത്തുന്നു. 10 പേരാണ് കൊല്ലപ്പെട്ടത്. 2 അമേരിക്കൻ സോൾജേഴ്സും ഒക്കെ ഇതിൽ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ IS അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് അയാൾ ആ വണ്ടിയിൽ കറുത്തൊരു കൊടിയൊക്കെ കെട്ടി വെച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകാർ ഇപ്പോഴും അമേരിക്കയിലുണ്ട്. മുമ്പ് എപ്പോഴും ഈ പറയുന്ന IS നിലപാടൊക്കെ ഉള്ള ഒരാൾ അമേരിക്കൻ പട്ടാളത്തിനുള്ളിൽ തന്നെ വെടിവെയ്പ്പ് നടത്തിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്ത് സാറേ, ഇപ്പം US ആർമിയിൽ IS നുഴഞ്ഞു കയറുവാണോ? US ആർമിയിൽ കുറച്ച് IS സ്വാധീനം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ഈ ന്യൂ ഓർലിയൻസ് സംഭവം എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. അതെ അതെ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇതിലും വലിയ ഒരു ഭീകരമായ സംഭവം ഉണ്ടായിരുന്നത് November 5, 2009 അപ്പോൾ അവിടെ അന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പുറപ്പെടാനായിട്ട് ആ ദിവസങ്ങളിൽ ഓർഡർ ഉണ്ടായിരുന്നു. ഒരു ആർമി ബറ്റാലിയൻ, അമേരിക്കൻ ആർമിയുടെ ഒരു ബറ്റാലിയൻ അങ്ങോട്ട് ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനായിട്ടുള്ള ഓർഡർ കിട്ടി. അങ്ങനെ ഓർഡർ കിട്ടിയ കൂട്ടത്തിൽ ഒരു ആൾ സൃഷ്ടിച്ചത് വലിയ പ്രശ്നമാണ്. അതായത് ഈ സംഭവം നടക്കുന്നത് November 5, 2009 November 5. അപ്പോൾ ഈ ഓർഡർ കിട്ടി കഴിയുമ്പോൾ പുള്ളിക്ക് ആകെ ടെൻഷനായിരുന്നു. അദ്ദേഹത്തിന് എന്തോ ചിലപ്പോൾ മനസ്സാക്ഷിക്ക് നിരക്കണില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടോ എന്തോ ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ടെൻഷൻ മാറ്റാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ സർവീസിൽ അവരുടെ പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന തോക്കുണ്ടല്ലോ, ആ തോക്ക് എടുത്തു. സാധാരണ പലരും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ തന്നെത്താനൊക്കെ വെടിവെച്ച് മരിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് തന്നെത്താൻ വെടിവെക്കണേലും ഇഷ്ടം കൂടെ ചുറ്റിനുള്ള ആൾക്കാരെ വെടിവെക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ആക്രമണത്തിൽ 13 പേര് ഓൺ ദി സ്പോട്ട് മരിച്ചു. ഇദ്ദേഹത്തിൻ്റെ വെടിവെപ്പിൽ ഇദ്ദേഹം ചുറ്റിനും കൂടി, ഇദ്ദേഹം മിലിറ്ററി ആർമി ക്യാമ്പിലാണ്. ആ ക്യാമ്പിൽ ഇദ്ദേഹത്തിന് ടെൻഷൻ വന്നു എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ പോകാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിക്ക് നടക്കാത്തതാണെന്ന് മേജർ നിദാൽ മാലിക് ഹസൻ എന്നാണ് പേര്, നിദാൽ മാലിക് ഹസൻ. അപ്പോൾ നിദാൽ മാലിക് ഹസൻ അതൊരു മനസ്സാക്ഷി പ്രശ്നമായി അങ്ങോട്ട് പോണത്. അതിൻ്റെ ടെൻഷനുണ്ടായി കഴിഞ്ഞപ്പോൾ തോക്കെടുത്തു കഴിഞ്ഞപ്പോൾ ചുറ്റിനും ആൾക്കാരുണ്ട്, അവരെ വെടിവെച്ചു. അങ്ങനെ അന്ന് ഓൺ ദി സ്പോട്ട് 13 പേര് മരിച്ചു. എന്ന് പറഞ്ഞാൽ 13 പ്രാവശ്യം വെടിവെച്ചെന്നല്ല, 13 പേരെ മരിച്ചു. കൂട്ടത്തിൽ 30 പേർക്ക് ഇഞ്ചറി പറ്റി. അപ്പോൾ എത്ര പ്രാവശ്യം വെടിവെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഈ ഒട്ടുമാവിനൊക്കെ മരുന്ന് സ്പ്രേ ചെയ്യുന്ന പോലെ തോക്കെടുത്ത് അങ്ങ് സ്പ്രേ ചെയ്തു. അങ്ങനെ 45 പേർക്കെങ്കിലും വെടി കൊണ്ടിട്ടുണ്ട്. അതിലാണ് ആ 13 പേര് ഓൺ ദി സ്പോട്ട് മരിച്ചത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ പിടികൂടി. അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തെന്തോ ചെയ്തു, കൊന്നില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് അവരുടേതായ രീതി ഉണ്ടല്ലോ, മുട്ടിന് കീഴെ വെടിവെക്കലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അവിടെ വീണ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തു. അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ബെസ്റ്റ് പോസിബിൾ ട്രീറ്റ്മെൻറ്റും കൊടുത്തു, മാസാവസാനം ശമ്പളവും കൊടുത്തു. എല്ലാം ഉറപോലെ നടന്നു. കാരണം ഇപ്പോൾ നമ്മുടെ ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞ ദേഷ്യം തോന്നിയാൽ നേരെ തലയ്ക്ക് വെടിവെച്ച് കച്ചവടം അവസാനിപ്പിക്കും. ഒരുവിധം രാജ്യങ്ങളിലൊക്കെ അതേ സംഭവിക്കുകയുള്ളൂ. അമേരിക്ക ഹാസ് എ ഡിഫറെൻറ്റ് മെത്തേഡ് ഓർ വേ ഓഫ് ഡൂയിങ് തിങ്സ്. അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സിച്ച് നല്ല ബെസ്റ്റ് പോസിബിൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. യുവകോമളനാക്കി തിരിച്ച് കൊണ്ടുവന്നു. ശമ്പളമൊക്കെ റെഗുലറായിട്ട് കിട്ടണമുണ്ടായിരുന്നു. പിന്നെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കോടതിയിൽ വിധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതൊക്കെ പോകും. പക്ഷേ അന്ന് ഈ പിടികൂടിയ സമയത്ത് അദ്ദേഹം പട്ടാളത്തിലെ ആളാണ്, പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനാണ്, പട്ടാളത്തിലെ ശമ്പളമാണ്, പട്ടാളത്തിലെ ചികിത്സയാണ്, എല്ലാം പട്ടാളമയമായിട്ടാണ് പോയത്. അപ്പോൾ ആ സംഭവം അമേരിക്കൻ ആർമിയുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ചിലപ്പോൾ പ്രശ്നമാകും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ വന്നു. പക്ഷേ ഇപ്പോൾ പുതിയത് സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ US ആർമിയിൽ സ്റ്റാഫ് സർജൻ്റായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം. ന്യൂ ഓർലിയൻസിൽ ഒരു പിക്കപ്പ് വാനോ എന്തോ സംഘടിപ്പിച്ച് ഫുൾ സ്പീഡിൽ അവിടെ ഉള്ള ആൾക്കാരുടെ ഇടയിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി. ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, 3:20 പ്രാദേശിക സമയം 3:20 ഫോർഡ് ഇലക്ട്രിക് പിക്കപ്പ് വാനായിരുന്നു. അത് ഓടിച്ച് ഈ ഞങ്ങളുടെ മേത്തേ കൂടെ ഞങ്ങൾ ഓടിക്കാൻ തുടങ്ങി. ഓടിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ 13 പേര് ഓൺ ദി സ്പോട്ട് മരിച്ചിട്ടുണ്ട്. ഇനി എത്ര പേര് മരിക്കും, ഇതിനകം ഇപ്പോൾ 13 ആയിട്ടുണ്ട് നമ്പർ. ഇനി എത്ര പേര് മരിക്കും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതാണ് കാര്യം. അദ്ദേഹം അതിനുശേഷം നേരെ പുറത്തേക്ക് വണ്ടിയിൽ നിന്ന് ചാടി പോലീസുകാരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പോലീസുകാർ തിരിച്ച് ഫയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിച്ചു. അതാണ് സംഭവം. പക്ഷേ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് ജബ്ബാർ,
ഷംസുദ്ദീൻ ജബ്ബാർ എന്നാണ്. അപ്പോൾ ഷംസുദ്ദീൻ ജബ്ബാറിന് ഈ IS സ്വാധീനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കറുത്ത പതാകകളും ISൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ അതിൽ കാണാനുണ്ടായിരുന്നു. പിന്നെ ഈ ആക്രമിച്ച രീതിയൊക്കെ കാണുമ്പോൾ അത് ISൻ്റെ സ്വാധീനത്തിലും പ്രചോദനത്തിലും തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് അറിയാം. അദ്ദേഹത്തിനും ടെൻഷനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മേജർ നിദാൽ മാലിക് ഹസൻ്റെ കാര്യം പറഞ്ഞു, ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേഗം ഇത് സ്പ്രേയിങ് തുടങ്ങി. ഇദ്ദേഹത്തിന് പല രീതിയിലുള്ള ടെൻഷനുണ്ടായിരുന്നു. 2 വിവാഹത്തിൽ ഡിവോഴ്സ് നടന്നു, രണ്ടുപേരും ഒഴിഞ്ഞുപോയി. പിന്നെ അതുകൂടാതെ അദ്ദേഹം വീടിൻ്റെ ലോൺ എടുത്തത് കുറേ നാളായിട്ട് അടയ്ക്കുന്നില്ലായിരുന്നു. സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഈ സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിക്സ് പരട്ടും. പക്ഷേ ഇദ്ദേഹം സാമ്പത്തിക പ്രയാസമല്ല, തലവേദനയൊക്കെ എടുക്കും. ഇദ്ദേഹത്തിന് തലവേദന എടുത്തപ്പോൾ വിക്സല്ല എടുത്തത്. അദ്ദേഹം നല്ല തോക്ക് കൈകാര്യം ചെയ്ത് നല്ല പരിചയമുണ്ടല്ലോ. ഇദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 1 വർഷം അവിടെ പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്നല്ലേ. പിന്നെ 2007 തൊട്ട് 2015 വരെ ആർമിയിൽ റെഗുലർ ജോലിയായിരുന്നു. പിന്നീട് ആർമി റിസർവ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ വിളിക്കുന്ന അങ്ങനെ പിന്നെ 4-5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കാലത്തെ മിലിറ്ററി പരിചയമുണ്ട്. പിന്നെ അവിടെ ഒരുപാട് മെഡലുകൾ അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ആളാണ്. നല്ല സേവനത്തിനും മറ്റു കാര്യങ്ങൾക്കും. പിന്നെ വിമാനത്തിൽ നിന്ന് ചാടുന്ന പാരഷൂട്ട് ഉപയോഗിച്ച് അതിലൊക്കെ നല്ല വൈദഗ്ധ്യം പ്രകടിപ്പിച്ച് മെഡലുകളൊക്കെ നേടിയിട്ടുള്ള ആളാണ്. പക്ഷേ ഈ തലവേദന എടുക്കുമ്പോൾ വിക്സിന് പകരം ഇതാണ്, ഇതെടുത്ത് പ്രയോഗിക്കുകയാണ്. സാർ, ഈ ഷംസുദ്ദീൻ ജബ്ബാറിനെ പോലെയുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പറച്ചിൽ അല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു നരേറ്റീവ് എന്ന് പറയുന്നത്, ഈ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ടതാണ്. അത് മുസ്ലിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല. നമ്മളുടെ വർഷമൊന്നും തുടങ്ങുന്നത് ഈ ന്യൂ ഇയറിനോടനുബന്ധിച്ചല്ല, അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ആഘോഷിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ തന്നെ മുസ്ലിം നേതൃത്വമൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാലത്ത് ആർമിയൊക്കെ സേവനം അനുഷ്ഠിച്ച ആളായിരിക്കാം ഈ ജബ്ബാർ. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ, ഇവരുടെ സേവനകാലം വരെ കഴിയുമ്പോൾ ഇവർ ഈ മതാധിഷ്ഠിതമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാം. അത്തരം കാര്യങ്ങൾ തീവ്രമായിട്ട് മനസ്സിൽ ചിന്തിക്കാം. അങ്ങനെ പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ ഈ ആഘോഷം നടക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ വാഹനവുമായി പോകില്ല. കാരണം അവിടെ 300ഓളം പോലീസുകാർ കാവലിനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് ചെല്ലുന്നത് ആത്മഹത്യാപരമാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, അയാൾ ഉപയോഗിച്ച ഈ ട്രക്കിൽ എന്തിനാണ് ISൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് പതാകയൊക്കെ കെട്ടിയിരുന്നു. അപ്പം വളരെ ഉദ്ദേശമാണ്. മാത്രമല്ല, ഇയാൾ കുറേ പേരെ ഇടിച്ചു എന്ന് മാത്രമല്ല, പിന്നെയും കൂടുതൽ ആളുകളിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റാൻ ശ്രമിക്കണം. അപ്പോൾ അവിടെ നിൽക്കുന്ന പോലീസുകാർ അത് തടയാൻ ശ്രമിച്ചുകൊണ്ടാണ് 2 പേർക്ക് വെടിയേൽക്കി അവർ മരിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന ഷംസുദ്ദീൻ ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ അവർ എത്ര കാലം പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിയമങ്ങൾ അല്ലെ മതത്തിൻ്റെ ഒരു സ്വാധീനം കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും എങ്ങനെയും പ്രവർത്തിക്കാം. അതൊരു വലിയ കാര്യമല്ലേ. സാർ നേരത്തെ നിദാലിൻ്റെ കാര്യം പറയും. നിദാലിൻ്റെ പ്രശ്നം എന്താ, അയാൾക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ പറ്റുന്നില്ല. പേടി കൊണ്ട് മാത്രം ആവണമെന്നില്ലല്ലോ. കാരണം അഫ്ഗാനിസ്ഥാനിലുള്ളത് തങ്ങളുടെ മതത്തിലുള്ള അല്ലെ തങ്ങളുടെ സഹോദരങ്ങളാണെന്നൊരു ചിന്ത ഇയാൾക്കുണ്ട്. അവിടെ ചെന്നാൽ ഈ പറയുന്ന വെടിവെച്ച് അവരെയൊക്കെ കൊല്ലേണ്ടതായിരിക്കും. അപ്പോൾ ഇയാളെ പിന്നീട് കോർട്ട് മാർഷൽ ചെയ്യുമ്പോൾ ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ സോൾജേഴ്സിനെ കൊന്നിട്ടുണ്ട്, 13 പേരെ വെടിവെച്ചു, ഞാൻ സ്വയം വെടിവെച്ചാണ്. അപ്പോൾ ഇയാളൊരു യന്ത്രത്തോക്കൊക്കെ ഉപയോഗിച്ചിട്ട് ചുറ്റും ഫയർ ചെയ്യല്ലേ. അപ്പോൾ 1-2 പേരെയല്ല, അപ്പോൾ തൻ്റെ ഒരു ദേഷ്യം തീർക്കാൻ തനിക്ക് ചുറ്റുമുള്ള സോൾജേഴ്സിനെ മുഴുവൻ കൊന്നെടുക്കുന്നു. അപ്പോൾ ഈ ആർമിയിലേക്ക് ഈ ഇസ്ലാമിക തീവ്രവാദമുള്ള മനസ്സുള്ള ആളുകൾ വരുന്നത് ഇനിയും അമേരിക്കയ്ക്ക് അപകടകരമാകില്ലേ? തീർച്ചയായിട്ടും അപകടകരമാകാം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് പറഞ്ഞിരിക്കുന്നത് 100% IS ഇൻസ്പയർഡ് എന്നാണ് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇദ്ദേഹം ഈ ആക്രമണത്തിന് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചില ഫേസ്ബുക്ക് ചില കുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ISൽ ചേരാൻ പോവാണ്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ കുടുംബത്തെ ആക്രമിക്കാൻ ഒരു താല്പര്യമുണ്ട്. അതായത് ഡിവോഴ്സ്. അത് അപ്പോൾ ആ കുടുംബത്തെ ആക്രമിക്കും, ഞാൻ തീർച്ചയായിട്ടും ആക്രമിക്കും, അതിനുശേഷം ഞാൻ ISൽ ചേരും. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഞാനങ്ങനെ കുടുംബത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇനി മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബത്തെ ആക്രമിക്കുന്നതിന് പകരം പിന്നെ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഈ ന്യൂ ഓർലിയൻസിൽ പോയിട്ട് ഇങ്ങനെ ഈ ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരുടെ മേത്തേക്ക് വണ്ടി ഓടിച്ചു കയറ്റി അങ്ങനെ ഇത്രയും പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മേലെയുള്ള ഈ IS സ്വാധീനം, ഒന്നാമത്തെ വണ്ടിയിലുള്ള കറുത്ത പതാകയും പിന്നെ ഈ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ വളരെ വ്യക്തമാണ് IS സ്വാധീനമല്ല, ISൻ്റെ ഉറപ്പായിട്ടുള്ള സപ്പോർട്ട് സഹിതം എല്ലാം ഒക്കെ അതിൽ കാണാം. എന്തായാലും ഇപ്പോൾ വേറെ ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അത് എന്നെപ്പറ്റി ഇപ്പോൾ ആസ് ഓഫ് നൗ പറയുന്നത് വേറെ ആരെയും അതിൽ ഉൾപ്പെട്ടതായിട്ട് കാണുന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൺവിക്ഷൻ പ്രകാരം ചെയ്തതാണ്. ഈ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നവരോട് അവൻ്റെ നേതൃത്വം എപ്പോഴും പറയുന്നത് നിങ്ങൾ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങളുമായി ഓടിച്ചു കയറ്റുക, എന്നിട്ട് അത് പരമാവധി പേരെ കൊല്ലുക, അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ആഘോഷ പരിപാടികൾ നടത്തുകയാണെങ്കിൽ അതിനുള്ളിലേക്ക് ഇടിച്ചു കയറുക. അവർക്കൊന്നും അങ്ങനെ ആഘോഷം നടത്താൻ പാടില്ല, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, നമ്മളുടെ നിയമങ്ങൾ മാത്രം മതി. അപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായി മസ്തിഷ്കത്തിലേക്ക് കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടാൽ അവർ സ്വാഭാവികമായും മാറുമല്ലോ. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിവോഴ്സായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ മക്കൾ ഇട്ടേച്ച് പോയ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ മുഴുവൻ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് മറ്റു മതസ്ഥരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് അല്ലേ. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് മതപരമായ ആശയങ്ങളെ കടമെടുത്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. അത് പൊതുജനങ്ങളെയാണ്, കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ. മറ്റൊരാൾ ചെയ്യുന്നത് ഒപ്പം ജോലി ചെയ്യുന്ന സോൾജിയേഴ്സിനെ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു തീവ്രവാദ നിലപാട് ഈ മതം കുത്തിവെക്കുന്ന ഈ കാഴ്ചപ്പാടൊന്നും മാറിയാലേ ഇതിനൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. അങ്ങനെ എപ്പോഴെങ്കിലും മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അത് കാത്തിരിക്കണം. കുറച്ച് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞോണ്ടേ ഈ വെയിറ്റിംഗ് കുറച്ച് നീണ്ടുപോകാനാണ് സാധ്യത. വെയിറ്റ് ചെയ്യാൻ നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.